ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മഹാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കുഞ്ഞു പോയി എന്ന് വെറുതെ ആണെങ്കിലും പറയുന്നത് വിഷമാണെന്നും അതുകൊണ്ട് തൻ്റെ നാവിൽ നിന്ന് തന്നെ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന സത്യം പ്രതാപനും അയാളുടെ അമ്മയും അറിയണമെന്നും പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് കണ്ണൻ ആദ്യം അവരുടെ മുറിയിലേക്ക് ചെല്ലുന്നു. ശേഷം മഹിയും ലേഖയും അവിടേക്ക് വരുന്നുണ്ട്. തുടർന്ന് പലഹാരത്തിൽ വിഷം ചേർത്ത് നിങ്ങളാണെന്ന് എനിക്കറിയാമെന്നും അനന്തുവേട്ടനും ലേഖയും കൃത്യസമയത്ത് എന്നെ ഇവിടെ എത്തിച്ചതുകൊണ്ടും തോമസ് സാറ് എനിക്ക് മറുമരുന്ന് തന്നതുകൊണ്ടും എൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല, ജീവൻ്റെ തുടിപ്പ് ഇപ്പോഴും എൻ്റെ വയറ്റിലുണ്ട് എന്നുള്ള സത്യം മഹാലക്ഷ്മി തുറന്ന് പറയുമ്പോൾ അത് കേട്ട് ഇടിവിട്ടേറ്റതുപോലെ ആയി പോകുന്നുണ്ട് കേട്ടോ പ്രതാപനും മുത്തശ്ശിയും. മഹാലക്ഷ്മിയുടെ ഈ പ്രകടനവും പ്രതാപൻ്റെയും അയാളുടെ അമ്മയുടെയും അത് കേട്ടുള്ള ആ ഒരു ഞെട്ടലും എല്ലാം അവിടെ ഇരുന്നു കൊണ്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഏതായാലും സത്യം അറിയാനായിട്ട് മുത്തശ്ശി തോമസ് സാറിനെ ചെന്ന് കാണുന്നു. ഒരമ്മ സ്വന്തം കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കുമെന്നും മഹാലക്ഷ്മി ഇവിടെ നിന്ന് നേരെ പോയത് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ്. കുഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഗൈനക്കോളജിസ്റ്റിന് പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയാൻ കഴിയുമെന്നും അതുകൊണ്ട് അത് സത്യം തന്നെ ആയിരിക്കുമെന്നും തോമസ് സാറ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞ പ്രതാപനും മുത്തശ്ശിക്കും അത് വല്ലാത്തൊരു ഷോക്ക് തന്നെ ആവുന്നുണ്ട്. ശേഷം ആ മേഘനെ കിടത്തിയതുപോലെ ഇയാളെയും കിടത്താമായിരുന്നില്ലേ എന്ന് സാഗർ ചോദിക്കുമ്പോൾ ആ സമയത്ത് സ്വന്തവും ബന്ധവും ഒക്കെ ഓർമ്മ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ സെൻറ്റിമെൻ്റലാവുന്നുണ്ട് കണ്ണൻ. അങ്ങനെ കണ്ണനോട് യാത്ര പറഞ്ഞ് മഹാലക്ഷ്മിയും അനന്തവും ലേഖയും പോകുന്നു. ഇതേ സമയം കാർത്തികേയൻ എന്ന ഗുണ്ട അയാളുടെ സഹായിയോടൊപ്പം തോളിൽ തൂങ്ങി വരുന്നത് കണ്ണൻ കാണുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടെന്നും കണ്ണൻ സാർ നടന്ന കാര്യം ആരോടും പറയില്ലെന്നും കാർത്തികേയൻ എന്ന ഗുണ്ടയും അയാളുടെ സഹായിയും കണ്ണനോട് പറയുന്നുണ്ട് കേട്ടോ. ശേഷം കുഞ്ഞു പോയി എന്ന് കരുതി സന്തോഷിച്ച പ്രതാപനും അയാളുടെ അമ്മയും കുഞ്ഞു പോയില്ലെന്നറിഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു ഇരട്ടടി ആയിട്ടുണ്ട്. ഇനി കുഞ്ഞു പോയെന്ന് കരുതി സന്തോഷിച്ച മറ്റു ചിലർ കൂടിയുണ്ട് തറവാട്ടിൽ, എനിക്കിത് അവരെ കുറി അറിയിക്കണമെന്നും കണ്ണൻ സാഗറിനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണൻ മഹാലക്ഷ്മിയുടെ കുഞ്ഞു പോയിട്ടില്ല എന്നുള്ളൊരു വിവരം ദുർഗയെയും കരുണയൊക്കെ അറിയിക്കുന്നുണ്ട്. അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് ദുർഗയും കരുണയും. അവളെ പോലെയാണെന്ന് തോന്നുന്നു ആ കുഞ്ഞും, കൊല്ലാൻ ശ്രമിച്ചാലും ചാകത്തില്ല എന്ന് മഹിയെക്കുറിച്ച് ദുർഗ പറയുന്നത് കേട്ട് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കണ്ണന്. ഇതേ സമയം കരുണ പറയുന്നുണ്ട് അവളുടെ കുഞ്ഞു പോയെന്ന് കരുതി അച്ഛന് കിട്ടിയ തല്ലിൻ്റെ വേദന പോലും ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, എല്ലാം വെറുതെ ആയല്ലോ. ഇനി അമ്മയോടും മകനോട് പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് അവളെ അങ്ങ് കൊന്നുകളയാൻ പറയാനൊക്കെ കരുണ പറഞ്ഞുകൊണ്ട് കലി തുള്ളുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ അവരുടെ ഈ പ്രകടനമൊക്കെ കണ്ട് ശരിക്കും കലി കയറുന്നുണ്ട് കേട്ടോ. പിന്നീട് ഉണ്ണി ഫിനാൻസിയസിലെത്തുന്നു. നേരെ മഞ്ജുവിൻ്റെ ക്യാബിനിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടന് തരാൻ ഏട്ടത്തി ഒരു സമ്മാനം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ മഞ്ജു ഉണ്ണിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കുന്നതും ഉണ്ണിയാകെ തകർന്ന് തരിപ്പണാവുന്നുണ്ട് കേട്ടോ. ഉണ്ണിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ ടെർമിനേഷൻ ലെറ്ററാണ് മഞ്ജു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ദേഷ്യം അടക്കാൻ കഴിയാതെ ഉണ്ണി നേരെ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എന്നെ ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്തതിൻ്റെ നോട്ടീസ് കിട്ടിയെന്നും അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് അവകാശമൊന്നുമില്ല, കണ്ണേട്ടനോടുകൂടി ആലോചിച്ചിട്ട് മാത്രമേ എന്തും ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുള്ളൂ എന്ന് ഉണ്ണി പറയുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം, നീ ഇനി കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പടി ചവിട്ടാൻ പാടില്ല, നിനക്ക് പലതവണ മുന്നറിയിപ്പ് തന്നതാണ്, വെറുതെ ആർക്കും ശമ്പളം കൊടുത്ത് ബാധ്യത വരുത്തിയേക്കാനൊന്നും കമ്പനി ആഗ്രഹിക്കുന്നില്ല എന്ന് ഉണ്ണിയുടെ നാവടപ്പിക്കുന്ന മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഹി ഇങ്ങനെ ഉണ്ണിയോട് പറയുന്നതൊക്കെ കേട്ട് കൈയടിച്ചുകൊണ്ട് അനന്തു അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോഴാണ് മഹി ശരിക്കും കമ്പനിയുടെ MD ആയത്. ഉണ്ണിയൊക്കെ വളരെ നേരത്തെ തന്നെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടേണ്ടതായിരുന്നു. ഇനി കമ്പനിയിലും നിങ്ങളുടെ തറവാട്ടിലൊക്കെ ഒരു ശുദ്ധ കലശം ആവശ്യമാണ്. അർഹതയില്ലാത്ത ആരെയും കമ്പനിയിൽ വെച്ച് വാഴിക്കാൻ പാടില്ല എന്ന് മഹി എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. അപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്നും മഹി പറയുന്നുണ്ട്. പിന്നീട് കരുണ MD കസേര സ്വന്തമാക്കണം എന്നുള്ളൊരു മോഹവുമായിട്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്കും കണ്ണേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഞാനും ഫിനാൻസിയസിലേക്ക് വന്നാലോ എന്ന് ആലോചിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കരുണയുടെ ഉള്ളിലിരിപ്പം പിടികിട്ടുന്നുണ്ട് കേട്ടോ കണ്ണന്. അപ്പോൾ കരുണ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്, കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും നിനക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇങ്ങനെയല്ലേ കണ്ണേട്ട എല്ലാം പഠിച്ചെടുക്കുന്നത്, ലക്ഷ്മി എല്ലാ കാര്യങ്ങളും ലക്ഷ്മി കുറച്ച് ദിവസങ്ങൾ കൊണ്ടല്ലേ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്തത്, അതുപോലെ എനിക്കും പറ്റൂ എന്ന് കരുണ പറയുമ്പോൾ നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മഞ്ജു നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്നെ കമ്പനിയിലേക്ക് പൊയ്ക്കോളാൻ കരുണയ്ക്ക് അനുവാദം കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ കരുണ ഫിനാൻസിയസിലെത്തുന്നു. നേരെ
ജനറൽ മാനേജറുടെ ക്യാബിനിലേക്കല്ല ചെല്ലുന്നത്. അപ്പോൾ ജനറൽ മാനേജറായിട്ട് ഉണ്ണിയേക്കാൾ മുകളിലത്തെ പോസ്റ്റിലാണ് മഞ്ജുവിനെ നിയമിച്ചിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ തന്നെ കലി കയറുന്നുണ്ട് കേട്ടോ കരുണയ്ക്ക്. അങ്ങനെ കരുണ എല്ലാ സത്യങ്ങളും പറയുന്നു. അതായത് ഉണ്ണിയേക്കാൾ മുകളിലാണ് മഞ്ജുവിൻ്റെ സ്ഥാനമെന്നും ഇപ്പോൾ ഉണ്ണിയെ തന്നെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യങ്ങളെല്ലാം കരുണ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയാണെങ്കിലും ഇതേ സമയം വീട്ടിൽ വന്ന് ദുർഗയോടും എല്ലാവരോടും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം പാമ്പനും സീമന്തിനെയൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഉള്ള ജോലി കൂടി പോയി അമ്മയെന്നും എല്ലാത്തിനും കാരണം അവരൊറ്റ ഒരുത്തിയാണ്, അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയൂ എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ അത് വേണം മോനെ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇതെങ്ങാനും കരുണമോൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് അറിയില്ലല്ലോ എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നിമിഷം തന്നെ കലിതുള്ളിക്കൊണ്ട് കരുണയും അവിടേക്ക് വരുന്നുണ്ട്. ഇത്രയും നാൾ ഈ ഒരു സത്യം ഒളിപ്പിച്ചു വെച്ചതിന് ഉണ്ണിയുടെ നേരെ കലി തുള്ളുന്നുണ്ട് കേട്ടോ കരുണ. അങ്ങനെ എല്ലാ സത്യങ്ങളും കരുണ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതായത് മഞ്ജു ഉണ്ണിയേക്കാൾ മുകളിലത്തെ പോസ്റ്റിലാണ് മഞ്ജുവിനെ നിയമിച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ ഉണ്ണിക്ക് ഉള്ള ജോലി കൂടി നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം കരുണ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം ഉണ്ണി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ കമ്പനിയൊക്കെ എൻ്റെ പേരിൽ എഴുതി തന്നേനെ, ആ ലോറി ഡ്രൈവറാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനെ വീണ്ടും ശപിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയും ദുർഗയും കൂടിയിട്ട്. അപ്പോൾ അത് കണ്ട് വീണ്ടും കണ്ണു തള്ളി നിന്ന് പോവാണ് കരുണ. ഏതായാലും പിരിച്ചുവിട്ട ഉണ്ണിക്ക് പകരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത് നമ്മുടെ മാർക്കോയാണ്. അപ്പോൾ അതറിയുന്നതും ഉണ്ണിക്കും ദുർഗയ്ക്കും കരുണയ്ക്കും ഒന്നും അതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും മഹാലക്ഷ്മിയെ കൊല്ലണം എന്നുള്ളൊരു ചതി അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്